ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷിജു ഇരട്ടി. അപ്പോൾ എല്ലാവർക്കും ടേസ്റ്റി വീട്ടിലേക്ക് ഒരു അടിപൊളി സ്വാഗതം. അപ്പം ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ബീഫ് കറിയാണ്. ഒരു പൊറോട്ടക്കോ എല്ലാത്തിനും കൂട്ടാൻ പറ്റുന്ന, ചോറിനും എല്ലാത്തിനും കൂട്ടാൻ പറ്റുന്ന ഒരു കുറച്ച് ചാറാക്കിയിട്ടുള്ളൊരു ബീഫ് കറി തയ്യാറാക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. കുക്കർ വെച്ചിട്ടുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ അങ്ങ് വെച്ച് കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പട്ടയും ഗ്രാമും തക്കോലും പെരിഞ്ചീരകം എല്ലാം വെച്ച് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടേ, അതങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് കളറ് മാറി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അതങ്ങ് ഇട്ട് കൊടുക്കാം. ഉപ്പം ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി അങ്ങ് ഇട്ട് കൊടുക്കാം. നമ്മുടെ സവാളയിൽ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളിയും ഇട്ട് കൊടുക്കാം. ഇച്ചൂട്ടാ തക്കാളി ഇട്ട്, തക്കാളി ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതൊന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് മസാലേൻ്റെ പരിപാടിയാണ്. മസാല അങ്ങ് ചേർത്ത് കൊടുക്കാം. ചുറ്റും മല്ലിപ്പൊടിയുടെ ഒരു 1 2 ഇന്ന് കയ്യൊന്നും തോന്നുന്നില്ലല്ലോ, 3 ഇങ്ങോട്ടോ ഫുൾ ഇട്ടോ 4 ഒന്നും കൂടി ഇടാം. കുറച്ച് മല്ലിപ്പൊടി അങ്ങോട്ടുണ്ട് ഫസ്റ്റ് തന്നെ. നമുക്ക് മുളക് പൊടി അങ്ങോട്ട് കൊടുക്കാം. മുളക് നല്ല എരിവിൻ്റെ മുളകാണ്, മുളക് പൊടി കുറച്ച് എടുക്കും. ഒന്ന് മീറ്റ് മസാല അങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ 1 കിലോ ബീഫിൻ്റെ കറിയാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. മസാലക്കുത്തെല്ലാം പോട്ടെ, നന്നായിട്ടൊന്ന് വാടി വരട്ടെ. അപ്പോൾ ഇനി നമുക്ക് ബീഫ് അങ്ങ് ഇട്ട് കൊടുക്കാം. ബീഫ് നല്ല മുറിച്ച് കഴുകി ഫ്രഷാക്കി വെച്ചിട്ടുണ്ട്. ബീഫ് കുറച്ച് ഇട്ടിട്ട് നമുക്ക് ഇളക്കി മിക്സാക്കി കൊടുക്കാം. എന്നാലേ നന്നായിട്ടൊന്ന് മസാലയെല്ലാം എല്ലായിടത്തും കൊടുക്കാം. ഫുള്ളിടുമ്പോൾ ഇളക്കാനൊരു ചെറിയ പാത്രമായിട്ട് ഇളക്കാനാവില്ല. അപ്പോൾ കുറച്ച് എടുത്ത് അങ്ങ് ഇളക്കി കൊടുക്കും. അപ്പോൾ നമ്മൾ ആ കുക്കറിൻ്റെ അകത്ത്, നേരത്തെ എടുത്ത കുക്കറിൻ്റെ അകത്ത് ഒന്ന് ഇളക്കാനൊന്നും ആകുന്നില്ല, അതുകൊണ്ട് വേറൊരു കുക്കറിൻ്റെ അകത്ത് മാറ്റിയിട്ടുണ്ട് നമ്മുടെ കറി. കുറച്ച് വെള്ളം അങ്ങ് വെച്ച് കൊടുക്കാം. വെള്ളം കുറച്ച് മതി, കാരണം ഇറച്ചീൻ്റെ അകത്ത് വെള്ളം ഉണ്ടാവും. അടച്ചു കൊടുക്കാം. നമ്മളെ ബീഫ് ഏകദേശം റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കാണ്ട്, തേങ്ങ കൊത്തൊന്ന് വറുത്ത് ചേർക്കാണ്ട് കുറച്ച് ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ അങ്ങ് കഴിക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞ ശേഷം ആ തേങ്ങ കൊത്തങ്ങ് ഇട്ട് കൊടുക്കാം. കുക്കർ അങ്ങ് നോക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് അടിപൊളിയായിട്ട് വെന്ത് വന്നു. നമുക്ക് ഇതിൻ്റെ അകത്ത് തേങ്ങ കൊത്ത് ചേർക്കണം, കുറച്ച് കറിവേപ്പില ചേർക്കണം. അപ്പോൾ തേങ്ങ ഒന്ന് ബ്രൗൺ കളറായി വന്നു. ഇനി ഇതിനകത്ത് തന്നെ കറിവേപ്പില അങ്ങോട്ട് കൊടുക്കാം. ഇനി നമുക്ക് നേരെ കറീൻ്റെ അകത്ത് അങ്ങ് ചേർത്ത് വെക്കാം. തേങ്ങ കൊത്ത് കറിവേപ്പില കൊടുത്ത് എന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് കുരുമുളക് പൊടിച്ച് അങ്ങിട്ട് കൊടുക്കാം. കുറച്ചേ ഇടുന്നുണ്ട്. മല്ലിച്ചപ്പ് അങ്ങിട്ട് കൊടുക്കാം. അരമുറി ചെറുനാരങ്ങ അങ്ങ് പിഴിഞ്ഞ് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബീഫ് കറി ഇതാ. അപ്പം നമ്മളെ ബീഫ് കറി അടിപൊളിയായിട്ട് റെഡിയായി കഴിഞ്ഞു. ചോറിനോ ചപ്പാത്തിക്കോ പൊറോട്ടക്കോ പുട്ടിനോ എന്തിനു വേണ്ടിയിട്ട് എന്ത് വേണ്ടിയിട്ട് കഴിക്കാം. കുറച്ച് ചാറോട് കൂടിയില്ല ബീഫ് കറി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ടേസ്റ്റ് വീട്ടിൽ നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം അല്ലേ. ഓക്കെ, ബൈ ടാറ്റാ.